ഞാൻ പറഞ്ഞല്ലേ വല്ല പാർക്കിലോ കഫേലോ വല്ലതും പോവാന്ന്. അതിനവിടെ ആളുകൾ കാണത്തില്ലേ? ആഹാ, ബസ് സ്റ്റോപ്പിൽ നട്ട് റോഡിൽ ആരും കാണത്തില്ലല്ലോ, സേഫാ. അതെ, സെറ്റായി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണുന്ന ഫസ്റ്റ് കപ്പിൾസ് നമ്മളായിരിക്കും. ചേട്ടാ, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ. എനിക്ക് പിന്നെ പണ്ടിതായിരുന്നല്ലോ പരിപാടി. പിന്നെ അലങ്കൃത ശരിക്കും അലങ്കൃതയായിട്ടുണ്ട്. മുഖത്ത് നോക്കടോ. പിന്നെ ഈ അലങ്കൃത എന്നല്ലാണ്ട് വേറെ ചെറിയ പേരൊന്നുമില്ലേ? ഈ വിളിയിലാണെങ്കിൽ ഭയങ്കര ഫോർമാലിറ്റി ഫീൽ ചെയ്യുന്നു. ചേട്ടൻ എന്നെ അല്ലിന്ന് വിളിച്ചാൽ മതി. ആണോ? അല്ലി. അതെ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇരുന്നാലേ ചിലപ്പോൾ സീനാവാൻ സാധ്യതയുണ്ട്. നമുക്ക് പോയാലോ? വാ. അയ്യോ ചേട്ടാ, വാന്നേ. ഇങ്ങനെയൊക്കെ പേടിക്കാൻ പോയി ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വന്നേ. അതാ ഇത്രയും താമസിച്ചേ. അതെ ചേട്ടാ, എന്റെ അമ്മാവിനോട് അടുത്തൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങാനും കണ്ട പ്രശ്നമാവില്ലേ? ഇവിടെ അടുത്തോ? ഏത് കമ്പനിയിൽ? കോട്ടയം ഇവിടെ അടുത്തല്ലേ? കോട്ടയം? എന്റെ പൊന്നു കൊച്ചി, അത് ഇവിടെ നിന്നൊരു 10-25 കിലോമീറ്റർ ദൂരെയാണ്. തന്നെ അറിയാവുന്ന ആരും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ വന്നേ. ഹലോ, വണ്ടി എടുത്തായിരുന്നോ? ആടി, വണ്ടി എന്റെ ഉണ്ട്. നീ ഇപ്പൊ എങ്ങനെ വരുവോ? ഞാൻ ദേ വരുവാ. അല്ല, നീ ഏതാ പോയതാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാടി. ശരി ശരി, വേഗം വാ. ശരി. ഈ വണ്ടിയിലാണോ വന്നേ? വണ്ടിയിലാ വന്നേ. വണ്ടി ഞാൻ ആ ഇടവഴിയിൽ വെച്ചിട്ടുണ്ട്. എന്താ? എനിക്ക് മെയിൻ റോഡിലേക്ക് വണ്ടി ഇറക്കാൻ പേടിയാ. അടിപൊളി. എന്നാ ശ്രീ, ഞാൻ പോവാണേ. ഞാനേ അവളുമാരുടെ അടുത്ത് പറയാതെ വന്നേ. ശരി. അല്ലേ, ലവ് യു. ലവ് യു ടു. ഇത് കണ്ടാ? കൊള്ളാല്ലേ? നിനക്ക് സെറ്റാക്കി വന്നല്ലോ. ലവ് യു ടു. ഇതൊക്കെന്ത് പറ്റി? വാ നോക്കാം. നോക്കാം. ഇതൊക്കെ ഇത് കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ട്. എന്നാലും എന്താ? ഹലോ, സാർ എവിടെ പോയതാ? ശ്രീരാജനെ കാണാൻ പോയതായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? കൊരങ്ങന്റെ ഈ പൂമാല കിട്ടിയ പോലത്തെ നിന്റെ ഇളക്കം കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? രാവിലെ പോയതാണല്ലോ. എന്ത് നടക്കാൻ? ഒന്ന് പോയേ, നീ പിള്ളേരെ ചീത്തയാക്കാതെ. പറ, എന്ത് നടക്കാനടി? ആടാ, നിനക്കെന്ത് ലീവ് അല്ലായിരുന്നു? കഴിഞ്ഞ ദിവസം സബ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റ് ഇല്ലേ, അത് സക്സസ്ഫുള്ളി ഫെയിൽഡ് ആയി. അടിപൊളി. അതിന്റെ തെറിയാക്കാൻ വന്നതാ. അല്ല, നീ എന്താ ഇപ്പോ? എന്റെ പൊന്നളിയ, കുറച്ച് ലേറ്റ് ആയി പോയടാ. ചെല്ലി, എല്ലാവരും ഒരു റൗണ്ട് കേട്ടിട്ടിരിക്കുക. നന്നായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ എമറാൾഡിന്റെ പ്രൊജക്റ്റ് ഇല്ലേ, അതും മൂഞ്ചി. അതുകൊണ്ട് മാഡം നല്ല ഹാപ്പിയിലാ. പിന്നെ നിന്നെ പ്രത്യേകം തിരക്കായിരുന്നു. കുഴപ്പമാവോ? ഏയ് ചെല്ലി, കുഴപ്പാവുന്നു. അവൻ ഇന്ന് കേട്ടു മരിക്കും. മാം, ഗുഡ് മോർണിംഗ് മാം. ശ്രീരാജ്, come in. താങ്ക് യു മാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും സുഖമല്ലേ? അച്ഛനും അമ്മയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു മാം. അങ്ങനെ പറയൂ.
ഒന്നാം തീയതി സാലറി കറക്റ്റ് ആയിട്ട് കയറിയില്ല അല്ലേ? ആ കേറില്ല മാം. ഇനി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശം? അയ്യോ ഇപ്പൊ വേണ്ട മാം, എനിക്കിനി ചിങ്ങത്തി മതി. ആ, ഫാമിലി ഫംഗ്ഷനും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടേ, അതുകൊണ്ട് ചിങ്ങത്തിൽ ലീവ് എടുക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് പോന്നാ പോരായിരുന്നോ? അയ്യോ മാം, എന്റെ റീസൺ വർക്ക് ഡെഡ് ലൈൻ വരെയായി. അപ്പൊ അതൊന്ന് ഓ ഓക്കെ 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 ഓക്കെ. അത് സബ്മിറ്റ് ചെയ്യാൻ. ശ്രീരാജേ, സമയം എത്രയായി? 10:30 മാം. ഉം. ഓ സോറി മാം, ഇറ്റ്സ് 10:35. ഓക്കെ. നമ്മുടെ ഓഫീസ് ടൈം എപ്പോഴാണെന്നറിയോ? അത് മാം ഞാനേ ആ. വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് കുറച്ച് ലഗേജും സാധനങ്ങളും പെറുക്കി അങ്ങനെ ആകപ്പാടെ കുറച്ച്. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്, ഓഫീസ് ടൈം എപ്പോഴാന്നല്ലേ? സോറി മാം, 10 o'clock. ആ. ഇടൂ, ആദ്യം ഒരു എംപ്ലോയിക്ക് വേണ്ട എന്താണെന്നറിയോ? ജോബ് അല്ലേ മാം? പങ്ക്ച്വാലിറ്റി. അതായിരുന്നല്ലേ തോന്നുമ്പോ കയറി ഇറങ്ങി പോവാനേ, ഇത് വഴിയമ്പലൊന്നും അല്ല. മാം. സോറി മാം. എന്ത് സോറി? ഓഹ്, ഇത്രയ്ക്കും വിവരം കിട്ടിയ എംപ്ലോയീസിനെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എടാ, താനൊക്കെ കാരണം ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനും ഒരു കൈയും കണക്കുമില്ല, അറിയോ? അത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ 3 കിലോ കുറഞ്ഞു. 3 kgs. ഇത് കണ്ടോ? എന്താ മാം? ഡാർക്ക് സർക്കിൾസ്. എടാ, ഉറക്കമില്ല. നിങ്ങളൊക്കെ കാരണം നഷ്ടപ്പെടുന്നത് എന്റെ സൗന്ദര്യം, ഹെൽത്തുമാണ്. റെസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. അപ്പൊ പ്രൊജക്ട് റിജക്ട് ആയതൊന്നുമല്ല, അവരുടെ സൗന്ദര്യത്തിന്റെ പ്രശ്നം. ഏ? ഒന്നുമില്ല മാം. മാം, ഞാൻ ലേറ്റ് ആയെന്നൊക്കെയുള്ള ശരിയാ, പക്ഷെ മാമിന്റെ സൗന്ദര്യം പോയെന്ന് പറയരുത്. എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മാം. പിന്നെ മാം ഈ ചെറുപ്രായത്തിൽ ചുറുചുറു കുറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ മാം പല സാഹചര്യങ്ങളിലും അൺഎക്സ്പെക്ടഡ് ആയിരുന്ന ചില ക്വിക്ക് ഡിസിഷൻസ്. അതുപോലെ തന്നെ മാമിൻ്റെ ഈ ബ്യൂട്ടി, വളരെ പ്ലസന്റ് ആയിട്ടുള്ളത് ഈ സ്മൈൽ, മാമിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ്. അയ്യോ, ഇതൊക്കെ എന്നെ ഇവിടെ പിടിച്ചെടുത്തുന്നത്. മാം, എനിക്കിനി മാമിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആക്ച്വലി ശ്രീ പറഞ്ഞതൊക്കെ ശരിയാണ്. ബട്ട് യു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. അറിയാം മാം, മാമിൻ്റെ സിറ്റുവേഷൻ എനിക്കറിയാം. മാം അനുഭവിക്കുന്ന പ്രഷർ, ടെൻഷൻ, സ്ട്രഗിൾസ് എല്ലാം എനിക്കറിയാം. പക്ഷേ മാമിൻ്റെ സൗന്ദര്യം പോയെന്ന് മാത്രം പറയരുത്. അത് ഞാനെന്നല്ല മാം, ആരും വിശ്വസിക്കത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല മാം. മാം, ഞാൻ ഇന്ന് ക്യാമ്പിലോട്ട് പോവാം. ഓക്കെ. പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ട്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് മാമിന് ഒരു പ്രഷറും ഉണ്ടാകത്തില്ല. മാം, യുവർ ബ്യൂട്ടി. ഷൗട്ട് ചെയ്യണ്ടായിരുന്നു. എന്നിട്ടെന്തോ, എന്നിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ കക്ഷി നമ്മുടെ വൈബ് അല്ല. നിന്റെ വൈബിൽ ഓക്കെ അല്ലായിരിക്കും, പക്ഷെ എൻ്റെ വൈബിൽ ഓക്കെ. എന്താ മോനെ, നീ ഉറപ്പിച്ചോ? അതൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഉറപ്പിച്ചതാ. എന്താ അറിയത്തില്ല, എവിടുന്നും കിട്ടാത്തൊരു കംഫർട്ടും ഫീലും അവൾ കൂടുതലപ്പോൾ തോന്നുക. നടക്കട്ടെ നടക്കട്ടെ. ഇതാ പിന്നെ ഹരിസാറിന്റെ വർക്ക് എന്തായി? എടാ, എൻ്റെ ഏതെങ്കിലും വർക്ക് ഡെഡ് ലൈൻ വരെ പോയിട്ടുണ്ടോ? ഇതും പോകത്തില്ല. ആ, കണ്ടാ മതി. പെണ്ണും പടക്കോഴിയൊക്കെ ആയതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഓവേ. അത് ശരി, നേരിട്ട് കാണുമ്പോൾ ഒരു വക മിണ്ടത്തില്ല, അല്ലാത്തപ്പോൾ എന്നെ സംസാരമാണ് നീ. ചേട്ടാ, ഫസ്റ്റ് ടൈം ആയോണ്ടല്ലേ, അതുകൊണ്ട് എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ ചേട്ടാവിളിയൊന്നും വേണ്ട. എൻ്റെ പേരെന്തുവാ? ശ്രീരാജ്. അയ്യോ, പേരൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ നീ എന്നെ ശ്രീ എന്ന് വിളിച്ചാൽ മതി. ശ്രീ. ഓഫ്, ഞാൻ ആ കാര്യം പറയാനും വിട്ടുപോയി.
എന്നിട്ട് ശ്രീ ഉം. എന്തെടുക്കുക? ഞാനൊരു ചായ ഇടുക. അല്ലേ ഇനി എത്ര നാളിലോ കാണൂടാ? ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാൻ ഓൾമോസ്റ്റ് 1.5 ഇയർ ഉണ്ട്. 1.5 വർഷം മതി. എന്താണ്? അയ്യോ അതല്ല, 1.5 വർഷം കഴിഞ്ഞു വേണം. ഞാൻ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ. ആ അത് കൊള്ളാലോ. എന്നിട്ട് അല്ലേ എന്ത് പറഞ്ഞു? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. അതെ ഓ ശ്രീ, ഇന്ന് കണ്ടിട്ട് പോയത് തൊട്ട് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. എന്നിട്ടാണോ പെട്ടെന്ന് അങ്ങ് പോയേ? അത് അവളുമാര് വിളിച്ചോണ്ടല്ലേ. ശ്രീ ശ്രീ മിസ് യു. ശ്രീക്ക് എന്നെ ഒട്ടും മിസ് ചെയ്യുന്നില്ലേ? നിന്നെയോ? ഈ മുറി നിൽക്കുമ്പോഴേ എനിക്ക് നിന്നൊരു തുള്ളി പോലും മിസ് ചെയ്യുന്നില്ല. ദുഷ്ടൻ. അല്ലെങ്കിലും ചെറിയമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാന്ന്, കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂന്ന്. ഹലോ ഹലോ, ആരെല്ലാം വന്നോ? ആടി ഞാൻ ദേ വരുവാ. ശ്രീ ഞാനെന്നാ പോവാ. അവളുമാര് ദേ വിളിച്ചോണ്ടിരിക്കുക. ആ നിൽക്കുന്നേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാലോ. പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നോ? സന്ധ്യക്ക് വിളിച്ചായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബിയർ അടിക്കോ? എന്തേ, കൂട്ടുകാരൊക്കെ കൂടുമ്പോ ഇടയ്ക്കൊക്കെ ഒരു വൈബ്. എന്നാ നമുക്കൊരു ബിയർ എടുത്താലോ? അയ്യോ ഞാനെങ്ങും കുടിക്കത്തൊന്നുമില്ല. ഒരു തവണ അവളുമാര് നിർബന്ധിച്ചപ്പോ ഇച്ചിരി കുടിച്ചായിരുന്നു. അച്ഛനെങ്ങാനും അറിഞ്ഞാ എന്നെ കൊന്നുകളയും. അതെന്താ, അച്ഛൻ അത്രയ്ക്കും കലിപ്പാണോ? കലിപ്പൊന്നുമല്ല, പിന്നെ എന്റെ ഫാമിലി എന്നെ പോലെ തന്നെ ഇച്ചിരി ട്രഡീഷണൽ. അവർക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ശരിക്കും പറഞ്ഞാ ഇവിടെ വിടാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവളുമാര് നിർബന്ധിച്ചോണ്ടാ. ഒന്നും സാരമില്ല, നമുക്കേ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എൻ്റെ കമ്പനിയിൽ ഒരു ജോലിയൊക്കെ ശരിയാക്കിയിട്ട് നമുക്ക് ഇവിടെ കൂടാ. ശ്രീ വീട്ടിലൊക്കെ എങ്ങനെയാ? അവര് അത്യാവശ്യം മോഡേൺ ആണ്, അത്യാവശ്യം ട്രഡീഷണൽ ആണ്. എന്നെ അവർക്ക് ഇഷ്ടാവോ? അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടും. കാണാൻ തോന്നുന്നു ശ്രീ. എന്നാ ഞാൻ വരട്ടെ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. എന്നാ എനിക്കൊരു ഉമ്മതാ. പിന്നെ തരാം. ശ്രീ അവളുമാര് വിളിക്കാ, ഞാൻ പോവാണേ. വെക്കലേ. അതെ, ഞാൻ നാളെ പിക്കാൻ വരട്ടെ. ഓക്കെ. I love you. Love you too.